പേര് ഫസ്റ്റ് ലവ് സക്സസ്ഫുൾ ആയിട്ട് തീർത്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് അബ്യൂസിൽ പോയി അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ കമൻസ് കാണാറുണ്ട്, നിനക്ക് ഡിവോഴ്സ് ചെയ്യാറുന്നില്ലേ, വീട്ടുകാർക്ക് സമ്മതിച്ചുകൂടായിരുന്നു എന്ന്. കൊച്ചിലെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ നമ്മൾ മറക്കത്തില്ല, അത് നമ്മൾ ഓർത്തിരിക്കും. ഓക്കെ. പിന്നെ ഈ ഡിവോഴ്സൊക്കെ നടന്ന സമയത്ത് ചിലപ്പോൾ അവരിത് വീണ്ടും വീണ്ടും കോടതിയിലൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റീഇൻഫോഴ്സ്ഡ് ആവും. ഇമോഷണലി അബ്യൂസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അത് അവരുടെ ക്യാരക്ടേഴ്സിലും അവരുടെ റിലേഷൻഷിപ്സിലും ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിന് പകരം അറ്റ്ലീസ്റ്റ് ഒരു കെയറിങ് പേരൻറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു പേരൻറ്റ് ഇമോഷണലി അവൈലബിൾ ആയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് അത് ബെറ്ററായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളിങ്ങനെ ആൾക്കാരുടെ പുറകെ നടന്ന് അവരെ ടോർച്ചർ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനം കൊടുക്കാതിരിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ പോയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ സ്റ്റക്കാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് ആ ഉപദ്രവിക്കുന്ന ആൾക്കാർ എന്നാണ് അത് പ്രൂവ് ചെയ്യുന്നത്. അല്ലെന്ന് വിചാരിച്ച ആൾക്കാർ അത് ടോളറേറ്റ് ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തളർന്നു പോകും. അതാണ് അവിടെ കാണുന്നത്. സോ ലിവ് ആൻഡ് ലെറ്റ് ലിവ്.